സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് കുറേ നാൾക്ക് ശേഷം മൈൻക്രാഫ്റ്റ് കിട്ടി. അപ്പോൾ എങ്ങനെയൊക്കെയോ എടുത്ത് എന്തൊക്കെയോ ആയി കിടക്കുമായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നൊന്നര മാസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ മരം പൊട്ടിക്കുക. എനിക്ക് എക്സാം ആയിരുന്നു, അതൊക്കെ ഇന്നാണ് തീർന്നത്. ഇന്ന് തന്നെ അങ്ങ് വീഡിയോ ഇട്ട്. ഓക്കെ, ഫസ്റ്റത്തെ എപ്പിസോഡ് വരുന്നതായിരിക്കും ഗൈസ്. ഇനി ഇങ്ങോട്ട് പോവുതിപ്പോൾ. ഇനി ആദ്യം ഒരു സ്റ്റാർട്ടർ സെറ്റപ്പ് ഉണ്ടാക്കണം, ഒന്ന് താമസിക്കാൻ. എന്തായാലും എന്നെ കൊണ്ട് ചാവാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും ഇരുന്ന് ചത്തുകൊണ്ടിരിക്കും. ഇന്ന് തന്നെ എപ്പോഴെങ്കിലും ഞാൻ ഒരു വട്ടമെങ്കിലും ചാവും, എന്തായാലും ചാവും, 100% കയറും. ഇവിടെ വീട് സെറ്റാക്കാൻ വരുന്നു, പക്ഷേ ഇത് ഇച്ചിരി കുത്തനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് താഴോട്ട് നോക്കാം. അതുകൊണ്ട് ഈ ഒരു ആറ്റത്തെ ഏരിയയിലോട്ടൊന്ന് നോക്കാം. നമ്മൾ താഴോട്ട് വന്നേക്കാണ്, ഇറങ്ങി. ഓക്കെ, നമ്മൾ താഴെ ഏകദേശം എത്തിത്താണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ. നമ്മൾ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് എടുത്ത് ഇവിടെ വെക്കാം. അതിനെ മണ്ടയ്ക്കീട് തട്ടും ഇവിടെ എടുത്ത് വെക്കാം. ഇപ്പം സെറ്റായി. അതിൻ്റെ അകത്ത് ഞാൻ വീണായിരുന്നു, ഞാൻ അത് കട്ട് ചെയ്തായിരുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഓക്ക് പ്ലാങ്ക്സ് ഒക്കെ സെറ്റാക്കിയുണ്ട്. ഓക്കെ, ഇനി വേണ്ടത് സ്റ്റിക്കും ഈ ടൂൾസൊക്കെ വേണം. അതിൻ്റെ ബെഡ് ഉണ്ടാക്കുക ഓൾറെഡി ഞാൻ സെറ്റാക്കിയായിരുന്നു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ എളുപ്പമായി. നമുക്ക് അടുത്ത വേണ്ടത് ഒരു എന്താ താമസിക്കാൻ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നോക്കാൻ പോവാം. ഈ കേവിൻ്റെ അകത്ത് ആക്കണം. വേണ്ട, ഈ കേവ് കൊള്ളൂല, വൃത്തിയില്ല ഈ കേവിന്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വീടാക്കാം ഗൈസ്. അവിടെ ഓക്കെ, നമ്മളവിടെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് അറിയാണ്ട് അവിടെ വെച്ചപ്പോൾ പൊട്ടിച്ചെടുത്തുണ്ട്. ഓക്കെ, നമുക്ക് പിക്ക് ഉണ്ടാക്കണം. പിക്ക് മനസ്സിലായില്ലേ? പിക്കാക്സ്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കി. പിക്കാക്സിനെ എടുത്ത് നീ പിക്കാക്സിൽ ലാക്സ് ആക്കണം. അതിൻ്റെ സ്റ്റിക്ക് തീർന്നു, കത്തം. സ്റ്റിക്ക് ഗോ ബൈ ബൈ. ഓ, നൈറ്റായി പണി വാള്. ഗൈസ്, നമുക്ക് നേരെ അങ്ങനെ നമ്മൾ അകത്ത് തീരുന്നുണ്ട്. ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ഞാൻ എണീച്ചു ഗൈസ്. ഇവിടെ ക്രീപ്പറിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സൗണ്ട് കുറച്ചിട്ടേക്കുക. ക്രീപ്പറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ പേടിയാണ്. ഇപ്പോൾ ഗെയിം നല്ല സ്മൂത്തായി കേട്ടോ. ഞാൻ ഇത് ഓഫ് ചെയ്ത്, ഏതാ വൈബ്രൻ്റ് വിഷ്വൽസ് ഓഫ് ചെയ്ത്. ഇപ്പം ഇവിടെ പക്ക ബെഡ് റോക്ക് കണ്ട, നല്ല സ്മൂത്താണ്. സ്മൂത്തെന്ന് വെച്ചാൽ നല്ല സ്മൂത്താട്ടോ, കളിച്ച് നോക്കണം. ഓക്കെ, ഇട്ട് വെക്കണം അവിടെ. ഞാനിപ്പോൾ ക്രൗച്ച് ചെയ്താൽ നിൽക്കുന്നത്. ഓക്കെ, അവിടെ ഡോറ് വെക്കണം. ഞാൻ ഡോറ് ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള വുഡ് എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ പോയി വുഡ് സെറ്റ് ചെയ്തിട്ട് വരാം. എനിക്ക് പേടിയാട്ടോ വെളിയിലോട്ട് ഇറങ്ങാൻ. എന്തായാലും ഞാൻ 3, 2, 1 ഞാൻ ചാടി ഇറങ്ങാൻ പോവാ. ഞാൻ ചാടി ഇറങ്ങി. ഓക്കെ ഗൈസ്, എനിക്ക് ഇനി രാത്രിയിലായിരിക്കും പണി വാളാൻ പോണേ. ഓക്കെ, അങ്ങനെ എൻ്റെ ഹങ്കർ കുറയ്ക്കട്ടെ. ഓക്കെ, അത് സെറ്റാക്കി. ഇല്ല, ഓടാൻ പറ്റൂല എനിക്ക്, അതാണ് കുഴപ്പം. ഇങ്ങനെ എഴഞ്ഞ് പോകുന്നതാണല്ലേ. അത്യാവശ്യം നല്ല വേൾഡാണ്. വേണേ ഇതിൻ്റെ സീഡ് കൊടുക്കുക, താഴെ കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്തായിരുന്നു വേണ്ടേ ഇനി? നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യണം. സ്റ്റോണല്ല, വുഡ് വേണം. അവിടെ അയണുണ്ട്. ഇതേ അയൺ. ഇനി നാളെ വന്നെടുക്കുക. അത് സീനില്ല, കുറച്ച് കഴിഞ്ഞൊന്ന് എടുക്കുക. ഓക്കെ, സെറ്റ്. നമുക്കിനി പോയിട്ട് അവിടെ ഒരു മരം നിൽപ്പുണ്ട് ഗൈസ്, അത് പോയി പൊട്ടിക്കണം.
കൂടെ ചാടിപ്പോയുണ്ട്. ഓക്കെ, നമ്മൾ ആ മരം പൊട്ടിക്കാൻ പോവാണേ. ഓക്കെ ഓക്കെ, നമ്മൾ ആ മരമൊക്കെ പൊട്ടിച്ചെടുത്ത് ഞാൻ തിരിച്ചു വന്നേക്കാണ്. സ്റ്റോൺ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. എല്ലാം കേൾക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, കുറച്ച് വേണ്ട സ്റ്റോണൊക്കെ കിട്ടി. ഇനി നേരെ വീട്ടിൽ പോവാം. ഞാൻ ഇതിൻ്റെ അകത്ത് വോയിസ് ചേഞ്ചർ ഇടാന്ന് ഓർത്താ മറന്നുപോയി ഞാൻ. പക്ഷെ ഇട്ടിട്ട് സൗണ്ടൊന്നുമില്ല. ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ ഇട്ടില്ല. നമുക്ക് ഇനി ഇത് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി എപ്പിസോഡ് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോൺ ടൂൾസും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ടൂൾസ് അല്ല, ഇപ്പോൾ വുഡൻ ടൂൾസാണുള്ളത്. ഈ സ്റ്റോൺ ടൂൾസിലോട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. കിട്ടി, പിക്കും കിട്ടി, ഷവലും കിട്ടി. ഷവലെടുത്തില്ല. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ പനി? ഇടയ്ക്കിടയ്ക്ക് കുറേ ക്രീപ്പർ വന്നത് പൊട്ടിത്തെറിയും. പിന്നെ ഇപ്പം ഇവിടെ ഒരു ഡോറേജ് ഉണ്ട്, മെനയില്ല. എന്താ പോലായി. ഓക്കെ, കുറച്ച് ഡേർട്ട് എടുത്ത് ചുമ്മാ എടുത്ത് വെക്കുക. അതൊക്കെ മതി. ഓക്കെ, ഇവിടെ ലച്ചിവിടെ ഫ്രണ്ടിലോട്ട് വെക്കാം. ഓക്കെ, സെറ്റാക്കി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ വെളിയിലിറങ്ങി. ഇനി പോയിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ അയൺ ഉണ്ടല്ലോ, അയൺ പോയി ഉണ്ടാക്കണം. ബണ്ടിലല്ലോ, മറ്റൊരു പൗച്ച് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ? ബണ്ടിലോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. ഓക്കെ, ഇനി അതുണ്ടാക്കണം. അപ്പോൾ സാധനങ്ങൾ നമുക്ക് കയ്യിലും പിടിക്കാം, പക്ഷേ ഇൻവെൻട്രി ഫുള്ളാകത്തുമില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കണം. ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല, അതിനിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവനെ തല്ലിക്കൊല്ല. നിൽക്കടാ അവിടെ. ചേടാ, അടി കൊള്ളുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്രയൊക്കെ സർവൈവ് ചെയ്യണം. ഇത്രയല്ല ഇത്. ഞാൻ സർവൈവൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സർവൈവലിൽ ഇങ്ങനെ മരം വിട്ട് എല്ലാവരും തല്ലിക്കൊല്ലും. ഒരു പകുതി എത്തുമ്പോൾ മടുത്തിട്ട് ഞാൻ ക്രിയേറ്റീവിലോട്ട് മാറും ഗൈസ്. ഞാൻ അങ്ങനെയാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിനി അയൺ പോയി എടുക്കാം. അയൺ കാണുന്നുമില്ല. ഫുഡ് അടിക്കട്ടെ, ഇല്ലെങ്കിൽ ഹങ്കർ കൂടി ചത്തുപോകും ഞാൻ. ഫുഡ് കഴിച്ചിട്ടും വിശപ്പ് നിൽക്കണില്ല. എന്താണോ ആവോ. ഈ അയൺ കാണുന്നുമില്ലല്ലോ. ഇതിൻ്റെ അകത്താണോ? ഇതിൻ്റെ അകത്തല്ല. പിന്നെ ഇതെന്തേ? കാണുന്നുമില്ല. ഇവിടെ കണ്ടാണല്ലോ. ഇവിടെയാന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ദൂരിക്കുന്നു ഇവിടെ. നമുക്കിത് ഇവിടെ നിന്ന് പില്ലർ ചെയ്ത് അങ്ങോട്ട് പോയിട്ട് അത് എടുക്കാം ഗൈസ്. ഇത് ഭയങ്കര പാടാണ് ഗൈസ്. അടിയിലോട്ട് എടുത്ത് ചാടിയിട്ട് ഇപ്പോൾ ഇതെടുത്ത് വെച്ചാൽ അങ്ങനെ ഇത് നോക്കാം. എൻ്റെ ഡേർട്ടൊക്കെ പോയി. ഒന്നും നോക്കല്ല, ഞാൻ എടുത്ത് ചാടാൻ പോവാ. സുഹൃത്തുക്കളെ, ഞാനെടുത്ത് ചാടി. 3 ഹാർട്ട്.
നമുക്ക് എന്തായാലും അത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കയറി 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 വല്ല ക്രീപ്പർ വല്ല പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ചത്ത് പിന്നില്ല. ആകെ 3 കുറ്റിയേ ഉള്ളു. ഓക്കെ. ഓ എങ്ങനെയോ കിട്ടി. എൻ്റെ അടുത്ത് അത്യാവശ്യം ഒറ്റ ഒരെണ്ണേ ഉള്ളു. ആണ് കുഴപ്പം. കൊണ്ട് മറ്റേ ഷീൽഡ് ഉണ്ടാക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഷീൽഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ മുട്ടൻ പണിയാ. ഓക്കെ ഗൈസ്, ഞാനിങ്ങനെ മണ്ടയ്ക്ക് പോവും. നമുക്കിത് വെച്ച് കയറിയിട്ട് എൻ്റെ ഡേർട്ടും തീർന്ന്. ചത്ത് ഗൈസ്. എൻ്റെ എല്ലാം പോയി. ശേ, ഞാൻ അതിൻ്റെ ആ ഊട്ടയിലോട്ട് ചാടാൻ നോക്കിയതാണ്. ആന മണ്ടത്തരായിപ്പോയി. അതിന് ഇതിൽ കൂടെ ഇറങ്ങിപ്പോയി. ഈ വഴി ഞാൻ കണ്ടില്ല കേട്ടോ. തോണ്ടിരി അമ്മേ, അവിടെ പിടച്ച് വീണ്. അവിടെ കുത്തിപ്പൊളിച്ച് കയറ്, അവിടെ പൊട്ടിച്ച് കയറ്. ഇനി അവിടെ കിടപ്പുണ്ടോ എന്തോ സാധനങ്ങൾ. ഗൈസ് മൈക്ക് പോയി ഗൈസ്. അവിടെ കിടപ്പുണ്ട്. എല്ലാം കിട്ടി, എല്ലാം കിട്ടി. ഞാൻ ഇനി തിരിച്ച് കയറിപ്പോ, തിരിച്ച് കയറിപ്പോ, പെട്ടെന്ന് കയറിപ്പോ, പെട്ടെന്ന് കയറിപ്പോ. എങ്ങനെ കയറും, എങ്ങനെ കയറും? ഷെറ്റ്, പണിപാളി ഗൈസ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ കയറും? അത് പൊട്ടിച്ച് പൊട്ടിച്ച് കയറാൻ തൽക്കാലം. അയ്യോ ഗൈസ്, നൈറ്റായി. പെട്ട് തീർന്ന് 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 എൻ്റെ കഥ കഴിഞ്ഞ്. ഞാൻ ഇപ്പോൾ പിന്നെയും ചാവും, എന്തായാലും ചാവും ഞാൻ പിന്നെയും. ഓ നൈറ്റായി. ബെഡ് പൊട്ടിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. അത് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പോയാൽ മതിയായിരുന്നു. എൻ്റെ വീട് മൊത്തം അമ്മര് വളഞ്ഞു കാണും. തീർന്ന്. അതിനെൻ്റെ വീട് എവിടെ? അതിൻ്റെ വീട് പോയി, കാണുന്നില്ല, പോയി. ആ തീർന്ന് തീർന്ന്, ബൈ ബൈ. ഓയ് അമ്മരടിച്ചിടും ഇപ്പം. ഇവിടെ ക്രീപ്പർ. വന്ന് കയറിയപ്പോൾ തന്നെ ദുരന്തമാണ്. ദോ മറ്റവൻ, ഇവനൊന്ന് അടിച്ചാൽ എടാ പൊട്ടിത്തെറിച്ച്. എന്നാലും എൻ്റെ വീട് എവിടെ? എന്തിയുടെ വീട്? എടാ പോണൊന്ന് സ്വൈര്യന്താ. എന്തുവാടാ, അതാണ്ടിരിക്കുന്ന വീട്. അകത്തോട്ട് കയറ്. നീ എൻ്റെ മണ്ടയ്ക്ക് അകത്തോട്ട് കയറ്. എടാ 2 ഹാർട്ടുള്ള അകത്ത് കയറി. ഞാൻ പോണിത് എന്തോന്നിത്, പൊട്ട ബ്ലോക്ക്. ഓ എൻ്റെ സാധനങ്ങൾ തിരിച്ചെടുത്തോടെ, സാധനങ്ങൾ തിരിച്ചെടു എല്ലാം ഇട്, എല്ലാം ഇട്. എടാ ഇപ്പം ചാവും, എല്ലാം ഇട്. എടാ പിന്നെയും ചത്ത്. എന്തുവാണത്? സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ചത്ത് മതിയായി. മരുന്ന് റാഗി ചെയ്യുന്നത്. ദോരിത്തം വരുന്നു. അയ്യോ അയ്യോ അയ്യോ, അബദ്ധം കാണിച്ചു മച്ചാനേ. പിന്നെയും ചത്ത്. എനിക്ക് ഗെയിം കളിക്കണ്ട, പോയിറങ്ങി. ഉറങ്ങാനും പറ്റുന്നില്ല. എൻ്റെ സാധനങ്ങൾ പൊട്ടൻ വന്ന് എല്ലാവരും കൂടെ. എൻ്റെ സാധനങ്ങൾ ആ ബ്ലോക്ക് പോയേ. എങ്ങനെയല്ല അകത്ത് കയറട്ടെ. ഫൈനലി എങ്ങനെ അകത്ത് കയറി. അയ്യോ, ഇത് കളിക്കുമ്പോൾ എൻ്റെ നെഞ്ച് കിടന്ന്
പൊട്ടേന്ന് ഇടിക്കുമായിരുന്നു. ടോർച്ച് ഇവന്മാരാണെ പോകുന്നുമില്ല. ദാറ്റ് ഈസ് ദി മെയിൻ പ്രോബ്ലം. എന്തിനാ കൊല്ലാൻ വരുന്നേ? ഈ ഗെയിം ഞാൻ എത്ര വട്ടം ചത്തു നിന്ന് കമൻറ്റ് ചെയ്യട്ടെ, എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനൊരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്ത് അവിടെ വെച്ച് എന്തപ്പം. ഞാൻ ഇപ്പോൾ ഒരു കേവിലോട്ട് മൈൻഡ് ചെയ്ത് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ ഗൈസ്, ഞാനവിടെ ഒരു കേവ്, അതാണ്ട് ഇതാണ് ആ കേവ്. ഓക്കെ, ഞാൻ ലൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സോംബി എന്നെ മൂക്കത്തിട്ട് ഇടിച്ചു, അതുകൊണ്ട് ഞാൻ ആ വഴിക്കേ പോയില്ല. ഗൈസ്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വെളിയിൽ വന്നപ്പോൾ സ്ക്രീപ്പർ പൊട്ടിത്തെറിച്ച്. എന്തിനാ? എന്ത് കഷ്ടമാണോ ഇത്. ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.